ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഞവണിക്ക ഉപ്പിലിട്ട് വെച്ചേക്കണത്. പിന്നെ അത് ഞണ്ടിൻ്റെ ഒരു വിഭവമാണ്. അതുകൂടാതെ ഒരു കൊഞ്ച് ഉപ്പിലിട്ട് വെച്ചതാണ്. പിന്നെ വെറൈറ്റി ഉള്ള സാധനമാണ് ഇതാ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നീരാളീനെ ഉപ്പിലിട്ട് വെച്ചേക്കണാണ് ഈ കാണുന്നത്. അതുകൂടാതെ ഈ വെട്ടി നുറുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കൂന്തലിനെയാണ് ഈ വെട്ടി നുറുക്കി വെച്ചേക്കണെ. നല്ല എരിവൊക്കെ ചേർത്ത് പുള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതുകൂടാതെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാനായിട്ടുള്ളൊരു എളുപ്പത്തിന്. അതൊരു കോലുമ്മയും കൂടി കോർത്താട്ടോ തരുന്നത്. അപ്പോൾ വെച്ചാൽ നമുക്ക് ആ കോലിൻ്റെ അറ്റത്ത് പിടിച്ച് നന്നായിട്ട് പിടിച്ച് കടിച്ചാൽ മതി. ഈ ചേച്ചി പിന്നെ ഈ വീശി ഉണ്ടാക്കുന്ന നമ്മുടെ പൊറോട്ടയാണ്. ഹലോ, ഞാൻ ആശിഷ്. എൻ്റെ ഇവിടെ സ്നേഹയുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് സിഡ്നിയിലെ ഒരു നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം എന്തായാലും. അനീം ക്യാരക്ടേഴ്സിൻ്റെ തൊപ്പിയാന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഫുള്ളായിട്ട് തന്നെ പല പല ടൈപ്പ് സാധനങ്ങളുടെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ ഉണക്കിയ ഇറച്ചികൾ പാക്ക് ചെയ്ത് വിൽക്കുന്നതാണ്. ഇത് പല ടൈപ്പുള്ള ഇറച്ചികളുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനത്തിനും തല്ലിക്ക് വന്നവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വിൽക്കാനായിട്ട്. ഈ കാണുന്നതെല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സാണ്. അതായത് ഫുള്ള് 3D പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോയ്സാണ് പല ടൈപ്പിലുള്ളത്. ഇപ്പോൾ ഡ്രാഗണിൻ്റെ തന്നെ പല കളറിലുള്ള സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഒരുപാട് സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവർ നോക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേരെയാണ്. ഈ കാണുന്ന ഒരു ഒക്ടോപ്പസിൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിള്ളേർക്ക് കളിക്കാനായിട്ട്. പക്ഷെ അധികം ബലമൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനും സാധ്യത കൂടുതൽ. പക്ഷേ നല്ല പ്രൈസിങ് കേട്ടോ. ഇതിന് ചെറുതിന് തന്നെ $45 അവർ ചാർജ് ചെയ്യുന്നത്. ഈ സ്റ്റോളിൽ തന്നെ ഒരുപാട് കമ്മലും സാധനങ്ങളൊക്കെ വിൽക്കണയിടത്താണ് സ്നേഹ ഇപ്പോൾ നിൽക്കുന്നത്. വെച്ചാൽ ഒട്ടുമിക്കതെന്ന് വെച്ചാൽ പല പല ഐറ്റംസും വിൽക്കുന്നവരാണ്. ചിലവർ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ മാത്രം വിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ സ്നേഹ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് വെച്ചാൽ കുറേ കമ്മലുകൾ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എന്തോ എടുക്കുന്നത്. സോറി, കമ്മൽ നല്ല ഭംഗിയിലാണ്. എനിക്കറിയാം. ഈ കടയിൽ ചേച്ചിയാണെങ്കിൽ എന്ന് വെച്ചാൽ സ്നേഹയ്ക്ക് അത്യാവശ്യം നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ അവർ നോക്കിയിട്ട് കൈകൊണ്ട് കാണിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. സ്നേഹ പറഞ്ഞതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളും സാധനങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹ ഇവിടെ നല്ലാനും. ഈ ടോയ്സ് കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരും വലിയവരും വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് വെച്ചാൽ പല കളറിലും പല രീതികളിലും ഉള്ളത്. ഇപ്പോൾ ചെറിയവരും തന്നെയല്ല വലിയവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർ തന്നെ സെൽഫായിട്ട് 3D പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഒട്ടുമിക്ക കടകളും ഇവർ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കടകളായിരിക്കും ഒട്ടുമിക്കത് ഇങ്ങനെയുള്ളത്. ഇങ്ങനെ കാണുന്ന കട ഇവിടെ ഒരുപാടുണ്ട് പല സ്ഥലങ്ങളായിട്ട്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രോക്സ് മാരത്തുള്ള ഷൂസുമ്മേ ഒട്ടിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. ഈ ക്രോക്സും ഇടുന്ന ചാംസിൻ്റെ ഈ സാധനങ്ങൾ ഇവിടെ മാത്രമല്ലാതെ തന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് സെൻറ്ററിനകത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറേ കടകൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ കൂടെ തന്നെ ഷെയർ ചെയ്ത് നടത്തുന്ന ഒരു കടയാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഒറിഗാമി പേപ്പർ കാർഡ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇനി പോപ്പപ്പ് കാർഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് പല ഡിസൈനിലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ചീപ്പർ പ്രൈസ് ആയിരിക്കും നമ്മളൊരു മറ്റുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. അതാണ് ഞാൻ നോക്കിയത്. ഈ ടെമ്പററി മാർക്കറ്റ് കടകളല്ലാതെ സ്ഥിരമായിട്ടുള്ള റെസ്റ്റോറൻറ്റും കുറച്ച് കടകളും ഉണ്ട്. ചൈനീസ് ആ ഒരു എത്നിക് സിറ്റിയുടെ മാറ്റത്തെ കടകൾ വേറെയും ഉണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? എനിക്കിപ്പോഴും മനസ്സിലായില്ല ഇതെന്താ. ഓ, അയൺ ഓൺ പാച്ചസ് ആണല്ലേ. ഇത് അയൺ ഓൺ പാച്ചസ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം തുണിയും വെച്ചിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് സാധനമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ടൈപ്പിലുള്ളത്. ഇപ്പം നമ്മുടെ ഡെനിം ജാക്കറ്റിനെയാണ് മെയിനായിട്ട് ഇതിവിടെ എല്ലാവരും ചെയ്ത് കണ്ടിരിക്കുന്നത്. കൊറിയൻ ഡ്രാമയിലൊക്കെ അവർ തലയിൽ പിടിപ്പിക്കാറുണ്ട്. പ്ലാസ്റ്റിക് അത് പ്ലാസ്റ്റിക്, ഇതൊക്കെ മെറ്റലായിരിക്കും. അതായത് മെറ്റല. നമുക്ക് ഉപയോഗമുള്ള സാധനമല്ല. ഇതെവിടെ കുത്തിക്കൊണ്ട് പോകാൻ
പിള്ളേരുടെ സാധനങ്ങളാണ്. ഇത് ഫോണിൻ്റെ പുറകെ തൂക്കിയിടുന്ന സാധനം, ഫോൺ ഷാപ്പ്. ഇത് ചാംസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഹാൻഡ് സ്ട്രിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിക്കാൻ പാകത്തിനുള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഇവിടെ ഒരുപാട്, അതായത് യങ് ജനറേഷനിലുള്ള പിള്ളേരുകൾ ഒരുപാട് അത് ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചെരുപ്പിൻ്റെ കടയാണ്. അതായത് ചെരുപ്പും ബാഗ്സിനും വേണ്ടി മാത്രമായിട്ടുള്ള കടയാണെന്ന് വെച്ചാൽ വിൻ്ററിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പല ഡിസൈനിലും പാറ്റേൺസിലുമുള്ള ചെരുപ്പുകളും ബാഗുകളും മാത്രം വിൽക്കുന്ന ഒരു കടയാണത്. ചെരുപ്പല്ലേ ഇത്? ഈ കാണുന്ന ചെരുപ്പുകൾ നമ്മളെ ഡിസൈനൊക്കെ കാണുമ്പോഴേക്കും അത് കുട്ടികൾ മാത്രം ഉപയോഗിക്കുന്നതല്ല, കുട്ടികളും മുതിർന്നവരും ഉപയോഗിക്കുന്നത്. വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ് വെച്ചാൽ വിൻ്ററിൽ ഇത് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് നല്ല സുഖമായിരിക്കും, നല്ല വാമായിരിക്കും കാലിനെല്ലാനും. ഇത് നമുക്കൊന്ന് വാങ്ങിച്ചാലോ? അന്ന് കെന്നത്ത് കൊണ്ട് തന്ന പോലത്തെ ക്യാൻഡിൽ. മണത്ത് നോക്ക്. ഇതെല്ലാം എന്ന് വെച്ചാൽ സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ്, അതായത് സെൻറ്റഡ് ആയിട്ടുള്ള മെഴുകുതിരികളാണ്. ഇപ്പം വെച്ചാൽ ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്ന മെഴുകുതിരികളും പിന്നെ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റുകളായിരിക്കും, മണങ്ങളായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി സ്മെല്ലുകളായിരിക്കും നമുക്ക് ഇവിടെ നിന്ന്. പിന്നെ എന്ന് വെച്ചാൽ അതേമാതിരി ഇവർ നന്നായിട്ട് മെഴുകുതിരിയെല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലതിനകത്ത് ഈ പറഞ്ഞ ഒരു ചിപ്പികൾ അല്ലെങ്കിൽ കക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങളിട്ടുണ്ട്. അപ്പോൾ ഈ മെഴുകുതിരി കത്തിത്തീരുന്നതിനനുസരിച്ച് അതും ഏറ്റവും അടിയിൽ വന്ന് കിടന്നോളും. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു പ്രീമിയം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു നല്ല പ്രൈസിനാണ് ഇവർ തരുന്നുണ്ടാവുക. പിന്നെ ഇവരുടെ സ്മെല്ലുകളും എല്ലാം നല്ലൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. എപ്പോഴും നമ്മളിങ്ങനെ പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർക്കെന്ന് വെച്ചാൽ ഡിഫ്യൂസറിൻ്റെ പെർഫ്യൂംസ് ഉണ്ട് നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ട മാതിരി ക്രോക്സുമൊക്കെ പിടിപ്പിക്കുന്ന സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇത് ക്രോക്സ് അടക്കം ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, അതാ അതിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കണതാണ്. ഇതൊന്നും ഒറിജിനൽ ക്രോക്സ് അല്ല, അതായത് ക്രോക്സിൻ്റെ മാതിരിത്തെ ചെരുപ്പം വയ്ക്കണം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കണ അടക്കം നമുക്ക് വാങ്ങിക്കാനും പറ്റും. ക്യാൻഡിൽസ് തന്നെയാണ്. ഇതെല്ലാനും ക്യാൻഡിൽസ് തന്നെയാണ്, അതായത് പല ടൈപ്പിലുള്ള നമുക്കിങ്ങനെ പല ഷേപ്പുകളിലും ഭംഗികളിലുമുള്ള ക്യാൻഡിൽസാണ്. ഇതും എല്ലാം നേരത്തെ കണ്ടമാതിരി തന്നെ വെച്ചാൽ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതൊന്നും നമുക്കങ്ങനെ വേറെ പുറത്തെ ഷോപ്പുകളിൽ അങ്ങനെ കാണാനോ വാങ്ങിക്കാനോ ഒന്നും കിട്ടില്ല, ഇങ്ങനെ വരുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ചിലത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കത്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ മുകളിലത്തെ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞ് ആൾക്കാർ കത്തിക്കാതെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ എടുത്തു വയ്ക്കാറാണ്. അപ്പോൾ അത് ഇങ്ങനെ ബാഗ്സിൻ്റെ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. ഇത് തന്നെ വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം പല വെറൈറ്റിയിലും പല ഡിസൈനിലുള്ള അവരിങ്ങനെ ഓരോരുത്തരെ സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. വെച്ചാൽ അനീം ക്യാരക്ടേഴ്സിനെല്ലാം ഇപ്പോൾ കണ്ടില്ല, പിക്കാച്ചു അങ്ങനത്തെ എല്ലാം ഒരു സൈഡിലിരിക്കുന്നുണ്ട്. നേരത്തെ കണ്ടത് നമ്മൾ പട്ടിക്കുട്ടിയുടെയൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് റെയിൻബോയുടെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സ്നേഹം വന്ന് കാണിച്ചു തന്നായിരുന്നു വെച്ചാൽ ബിയർ ബോട്ടിലിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ കണ്ടില്ലേ, സിംഹത്തിൻ്റെ ടൈപ്പിലുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കങ്ങനെ ബിയർ ബോട്ടിലിൻ്റെയും ഒരു പബ്ബിൻ്റെ ഒരു ടൈപ്പ് ഓഫ് തീമിലുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്യാൻഡിൽസ് തന്നെയാണ്, നമുക്ക് വേണമെങ്കിൽ കത്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ ഷോക്കേസിലേക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എങ്ങനെ വെച്ചാൽ പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ആയിട്ടും കൊടുക്കാം, കാർഡായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അവർക്ക്. ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിയുടെ സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഡ്രാഗൺ ബ്രെഡ് ക്യാൻഡി എന്നാണ് പറയണത്. ഡ്രാഗൺ ബ്രെഡിൻ്റെ ക്യാൻഡി അങ്ങനെയാണ് അവരത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ചൈനീസിൻ്റെ തന്നെയാണെന്ന് വെച്ചാൽ അവരിവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. മേടിച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ലേറ്റ് ആയിട്ട്, അതായത് ഒരു 6 മണിക്ക് ശേഷം കടകൾ തുറന്നിരിക്കുന്നത് ഭയങ്കര വിരളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും കുറേ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റോളുകളാണ്, ഫുള്ള് ഫുഡ് സ്റ്റോളുകളാണ്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ മീറ്റ് ഐറ്റംസിൻ്റെ സ്ക്യൂവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ബാംബൂ സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ബാംബൂ സ്റ്റിക്കിനകത്താണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് 6 എണ്ണം $15. നമുക്ക് ലാമ്പ് ഉണ്ട്, അതേമാതിരി ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. സോ ഒട്ടുമിക്ക സാധനങ്ങളും പെട്ടെന്ന് തന്നെ ഇവിടെ വിറ്റ് തീരാറാണ് പതിവ് എപ്പോഴും. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കിട്ടില്ല, എല്ലാം വിറ്റ് തീർന്നായിരുന്നു. ഇതാണ് പിന്നെയും ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് കൂന്തലാണ്, ഫുൾ കൂന്തലിനെയാണ് അതങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്കിതിങ്ങനെ ലൈവായിട്ടാണ് ഇതെല്ലാം ഫ്രൈ ചെയ്യുന്നത്. ഈ നമ്മൾ കണവ എന്ന് പറയുമല്ലോ, കണവേനെയാണ് അവർ വരഞ്ഞെടുക്കുന്നത്. നല്ല മസാലയൊക്കെ പുരട്ടി നമുക്കങ്ങനെ സ്റ്റിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തരും. ഇത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അവർ എക്സ്ട്രാ ഹോട്ടായിട്ട് മസാലയൊക്കെ ചേർത്ത് തരും. ഞാനത് കഴിച്ചായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മളതിങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞവണിക്ക ഉപ്പിലിട്ട് വെച്ചത്, അതായത് പിക്കിൾഡാണ് ശരിക്കും. അപ്പുറത്ത് കാണുന്നത് ഞണ്ടിൻ്റെ ഒരു കറിമാരി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രോൺസ്, കൊഞ്ച്. പിന്നെ ഈ കാണുന്നതാണ് വെറൈറ്റീസ് ആണ്. നമ്മുടെ നീരാളി ഉപ്പിലിട്ട് വെച്ചേക്കണാണ് കാണുന്നത്, അതായത് ചെറിയ ഒക്ടോപ്പസിൻ്റെ. പിന്നെ ഇതും എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കക്ക വിഭവമാണ്, അപ്പോൾ അതിൻ്റെയാണ് ആ കണ്ടത്. ഈ ചേച്ചി നീ വീശി അടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൊറോട്ടയാണ്, അതായത് നമ്മുടെ പൊറോട്ടയാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഷേപ്പിലോ അല്ലെങ്കിൽ ലെയറിലോ ഒന്നും അല്ല ചെയ്യുന്നത്, ഇവരൊരു ജസ്റ്റ് ഒരു അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളീ കാണുന്ന മാതിരി തന്നെ അവർ ഇതിനകത്ത് കുറേ ബനാനയൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്വീറ്റായിട്ട് കിട്ടും. അതായത് ഒരു ചുട്ട് തന്നെ എടുക്കുന്നത്, നമ്മുടെ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന മാതിരി തന്നെ എടുക്കുന്നത്. പക്ഷേ അതിനകത്ത് ബനാന ഇടും, ചിലതിനകത്ത് ചോക്ലേറ്റൊക്കെ ഒഴിച്ച് ഒരു ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. മറ്റേ ദോശമാവിൻ്റെ മാതിരത്തൊരു സാധനത്തിനകത്ത് ഇങ്ങനെ ഇതേമാതിരി നട്ടെല്ലയും അതായത് ചോക്ലേറ്റും ഈ പഴമൊക്കെ ഇട്ടിട്ട് കിട്ടുന്നത് ക്രീപ്പ് എന്ന് പറയും. അപ്പോൾ അതേമാതിരി തന്നെയാണ് എടുക്കുന്നത്. ഇതിന് വേണ്ടി നമുക്കൊരു റാപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വീറ്റാണ്. സ്വീറ്റ് അല്ലാതെ തന്നെ മുട്ടയും വേറെ ചിക്കൻ്റെ മീറ്റിൻ്റെ ഐറ്റംസുള്ള വേറെയും റാപ്പ് ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നതെല്ലാം ഇത് ചൈനക്കാരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ജാപ്പനീസ് ക്രീപ്പാണ്, അതായത് ഒരു ഐസ്ക്രീം മാതിരി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഫലൂഡ മാതിരി എന്ന് പറയും. പല പല സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് മുകളിൽ അവർ ക്രീം ചെയ്ത് തരുന്നത്. നമുക്ക് പറഞ്ഞ മാതിരി ഫ്രൂട്ടിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പക്ക ഒരു ഫലൂഡ ഒരു ടൈപ്പാണത്. ഈ കാണുന്നൊരു സ്പാനിഷ് ഡിഷാണ് ഈ കാണുന്നത്. എന്നുവെച്ചാൽ പേലാന്ന് പറയും. ആക്ച്വലി ഇതിങ്ങനെ ചിക്കൻ ഇങ്ങനെ അവരൊരു ടേസ്റ്റുള്ളൊരു മാരിനേഷനകത്ത് ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കും. കൂടാതെ അതിനപ്പുറത്ത് റൈസും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെന്ന് വെച്ചാൽ ഇത് സീ ഫുഡിൻ്റെ ഉണ്ട്, ഇങ്ങനെ ചിക്കൻ ഉണ്ട്. ഇത് കാണുന്നതാണ് സീ ഫുഡ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കൊഞ്ചും കക്കയൊക്കെ, നമ്മൾ ചിലർ നാട്ടിൽ പറയും ഇതിനെ കല്ലും മക്കായ എന്ന് പറയും. ഇതെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വേണ്ടതനുസരിച്ച് ഏതാ വേണ്ടതനുസരിച്ച് അവർ റൈസിനകത്ത് ചിക്കനാണ് ചിക്കൻ, സീ ഫുഡാണ് ഈ സീ ഫുഡ് എല്ലാം മിക്സ് ചെയ്ത് തരും. ഇതൊരു പക്ക സ്പാനിഷ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഈ കാണുന്നത് ഒരു ഹോട്ട് പോട്ടാണ്, അതായത് നമുക്കിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളൊരു ബൗളിനനുസരിച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. പെറ്റ് ബാഗാണത്. ഇതൊരു പെറ്റിന് വേണ്ടുന്നൊരു കടയാണ്. ഫുള്ളി ടോയ്സും സാധനങ്ങളും എല്ലാവരും പെറ്റിന് വേണ്ടിയെന്നുള്ളത് വെച്ചാൽ പല പെറ്റ്സുകൾ, അതായത് പൂച്ചയാവാം, പട്ടിക്കുട്ടിയാവാം. അപ്പോൾ ആ കാണുന്നൊരു വീട് തന്നെ എന്ന് വെച്ചാൽ പെറ്റിനായിട്ടുള്ള, അതായത് വിൻ്ററിനകത്ത് വാമായിട്ടിരിക്കാനുള്ള വീടാണ്. അതുകൂടാതെ തന്നെ പെറ്റിനുള്ള ജാക്കറ്റ്സ് ഉണ്ട്, വിൻ്ററിൽ ഉപയോഗിക്കാനുള്ള ജാക്കറ്റ്സ്, അല്ലെങ്കിൽ പെറ്റുകൾക്ക് കളിക്കാനായിട്ടുള്ള ടോയ്സ്. ഈ കാണുന്ന പെറ്റിൻ്റെ ക്യാരി ബാഗാണ്. എന്ന് വെച്ചാൽ പെറ്റിന് പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു ക്യാരി ബാഗാണ് ആ കണ്ടത്. ഇത് ഈ കാണുന്നത് വെച്ചാൽ ഷുഗർ ഗ്ലേസ്ഡ് സ്ട്രോബെറിയാണ്. എന്ന് വെച്ചാൽ സ്ട്രോബെറിയുമേ നമ്മുടെ പഞ്ചാരയിലൊക്കെ മുക്കിയിട്ട് അത് ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ആ സ്ട്രോബെറിയുടെ ചെറിയൊരു പുളിപ്പും ഇതെല്ലാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്യാണ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ പറഞ്ഞ ലൈവായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നൈറ്റ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.